ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 16ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് രാജാവ് ഡയറക്റ്റ് ആയിട്ട് ആ യുദ്ധത്തിന് പോകുന്നതാണ്. അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെയും കാണിക്കുന്നത്. ഷിയാത്തിയ രാജ്ഞിയും മകനും കൂടെ പോകുന്നുണ്ട്. അവർ മറ്റൊരു കുതിരവണ്ടിയിൽ കയറിയാണ് പോകുന്നത്. അപ്പോൾ മകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മളും ഫാദറിന്റെ കൂടെ പോകുന്നത്? അപ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അതൊക്കെ നിനക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അമ്മയും കൂടെ വരുന്നതോ എന്ന് അവൻ ചോദിച്ചു. അത് അവർ രണ്ടുപേരെയും നോക്കുന്നതിനും കെയർ ചെയ്യുന്നതിനും വേണ്ടിയാണെന്നൊക്കെ ഷിയാത്തിയ രാജ്ഞി പറയുന്നു. എന്നാൽ അവരെ കണ്ടു കഴിയുമ്പോൾ ലിയു രാജ്ഞിയുടെ മുഖത്ത് അപ്പോഴും ഒരു ദേഷ്യമുണ്ട്. ഷിയാത്തിയ രാജ്ഞിയും അത് കാണുമെങ്കിലും ഗൗനിക്കുന്നില്ല. അവളോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതിയാണ്. ഡീമൺ സെക്റ്റിലെ എൽഡർ ഇതേ സമയം താങ്ങിനോട് പറയുകയാണ്, താങ് സാമ്രാജ്യത്തിലെ രാജാവ് ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ബാഡ് ലാൻഡിലേക്ക് വരാതെ എന്തുകൊണ്ടാണ് വേസിറ്റിയിലേക്ക് പോയത്? താങ് അപ്പോൾ പറയുകയാണ്, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അങ്ങോട്ട് പോയത്. അപ്പോൾ എൽഡർ പറയുകയാണ്, അവരുടെയും നമ്മുടെയും ശത്രു ഷീലിംഗ് ആണ്. നമ്മളിവിടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ട്രൈബിനും ഒരു സന്ദേശം പാസ് ചെയ്യുക. താങ് സാമ്രാജ്യത്തെ യാതൊരു കാരണവശാലും പ്രവോക്ക് ചെയ്യരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. താങ് ആ ഉത്തരവ് അനുസരിച്ച് ആ സന്ദേശം പാസ് ചെയ്യാൻ പോകുന്നു. പിന്നെ വേസിറ്റിയിൽ ജനറൽ മാ രാജാവിനെ സ്വീകരിക്കുന്നതാണ് കാണിക്കുന്നത്. രാജാവിനെ വണങ്ങിക്കൊണ്ട് ജനറൽ മാ രാജാവിനെ സ്വാഗതം ചെയ്യുന്നു. രാജാവും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ജനറൽ മായുടെ അടുത്ത് സംസാരിക്കുന്നത്. കുറേ നാളായല്ലോ കണ്ടിട്ട്, നിന്റെ മുഖത്തൊക്കെ പാടൊക്കെ വീണല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജാവ് സംസാരിക്കുന്നു. അതിനുശേഷം അവർ അകത്ത് കയറി സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പോഴത്തെ യുദ്ധ കണ്ടീഷനെ കുറിച്ചും ആർമിയുടെ കണ്ടീഷനെ കുറിച്ചുമൊക്കെ ജനറൽ മാ പറയുന്നു. രാജാവാകട്ടെ ആദ്യമേ ചോദിക്കുന്നത് ഈ യുദ്ധത്തിൽ എത്ര ആളുകൾ മരിക്കുമെന്നാണ്. എന്നാൽ അതിനുത്തരം പറയാതെ രാജാവിൻ്റെ ശബ്ദത്തിന് എന്ത് പറ്റിയെന്ന് ജനറൽ മാ ചോദിക്കുന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, അതാ താങ് അഡ്വൈസർ കാരണമാണ്. അദ്ദേഹത്തിന് തൊണ്ടവേദനയുണ്ട്. എൻ്റെ അടുത്ത് നിന്നാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കാറുള്ളത്. അങ്ങനെ പടർന്നതാണ്. അതിനുശേഷം എല്ലാവരെയും പുറത്താക്കി ജനറൽ മായിനോട് മാത്രമായിട്ട് പേഴ്സണലായിട്ട് രാജാവ് ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ നീ എന്നോട് നുണ പറയരുത്, സത്യം മാത്രമേ പറയാവൂ. നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയണം. നിനക്ക് കണ്ടിരുന്നോ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. എന്നാൽ അവൻ കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. രാജാവ് അപ്പോൾ തീർച്ചയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. രാജാവ് അപ്പോൾ പറയുകയാണ്, തീർച്ചയായും കണ്ടിട്ടില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കറുത്ത കുതിരവണ്ടി ഇവിടെ പ്രത്യക്ഷമായിരുന്നു. നീയും മറ്റുള്ളവരും ഇവിടെ നല്ല ആഘോഷമായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഷീലിങ്ങിലുള്ളവരെ ആകട്ടെ നിങ്ങൾ ഒരുപാട് കുടിപ്പിച്ചു. ആ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ജനറൽ മാ സത്യം പറയുന്നു. നിങ്കയെ പ്രൈവറ്റ് ആയിട്ട് കണ്ടിരുന്നു എന്ന കാര്യമൊക്കെ. രാജാവിൻ്റെ കാൽക്കൽ വീണ് രാജാവിനോട് നുണ പറഞ്ഞതിന് ക്ഷമാപണവും നടത്തുന്നു. എന്നാൽ രാജാവ് അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവനെ കുസൃതി കാട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. ശേഷം അവസാനം രാജാവ് പറയുകയാണ്, നീ നുണ പറയും എന്നെനിക്ക് അറിയാമായിരുന്നു. കാരണം നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, എൻ്റെ പോലെ തന്നെ. ശേഷം വിഷമത്തോടെ നിക്കയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. ജനറൽ മാ പറയുകയാണ്, അവൻ ഒരുപാട് വളർന്നു. പഴയതുപോലെ തന്നെ എന്നെ കണ്ട് എന്നോട് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു. അവൻ്റെ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ കൂടെ ഒരുപാട് വൈൻ കുടിച്ചു. അവനെ എന്ത് വില കൊടുത്തും എനിക്ക് സംരക്ഷിക്കണം. ഞാൻ അവനെ ഒരു മകനെ പോലെയാണ് കാണുന്നത്. അത് കേട്ട് വിഷമത്തോടെ രാജാവ് പറയുകയാണ്, എനിക്കും അതേ ഫീലിംഗ് തന്നെയാണ്. എന്ത് വില കൊടുത്തും അവനെ സംരക്ഷിക്കണം. പക്ഷേ നിന്റെ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഞാനും. അവനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിഷമത്തോടെ ജനറൽ മാ അപ്പോൾ ചോദിക്കുകയാണ്, നിങ്കയുടെ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് തീരുക? ഫൂസി അവന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത്. പവർഫുൾ ആയിട്ടുള്ള ഫൂസി അവന് വേണ്ടി രംഗത്ത് വന്നാൽ മാത്രമേ അവന് രക്ഷയുള്ളൂ. ജനറൽ മായും ഫൂസിയോട് എന്ന പോലെ നിങ്കയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ പറയുന്നു. രാജാവ് പറയുകയാണ്, ഫൂസിയെ പോലെയുള്ള വ്യക്തിയുടെ ചിന്താഗതികളൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? പിന്നെ കാണിക്കുന്നത് ലിയു രാജ്ഞിയുടെ സഹോദരനെയാണ്. അവൻ അവിടെയുള്ളവരെ എല്ലാവരെയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തോ കുടം ഉയർത്തിപ്പിടിപ്പിച്ച് നിർത്തിയാണ് അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും യൂസ്ലെസ് ആണ്. ഞാനാണ് ഇനി താങ് സാമ്രാജ്യത്തിലെ അടുത്ത രാജാവ്. നിങ്ങൾക്ക് നല്ല ഭക്ഷണവും വൈനും ഒക്കെ കിട്ടണമെങ്കിൽ എന്നെ എങ്ങനെയാണ് സന്തോഷവാനാക്കേണ്ടതെന്ന് നിങ്ങൾ അറിയണം. അപ്പോഴേക്കും നീ വീണ്ടും കുരുത്തക്കേട് കാണിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലിയു രാജ്ഞി അങ്ങോട്ട് വരുന്നു. അതിനുശേഷം പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും പറഞ്ഞു വിടുന്നു. സഹോദരനും അതുവഴി പോകാൻ ഒരുങ്ങിയപ്പോൾ അവന്റെ ചെവിക്ക് പിടിച്ച് അവിടെ ഇരുത്തി ലിയു രാജ്ഞി പറയുകയാണ്, ഫാദർ പോയി കഴിയുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അപ്പോൾ അവൻ പറയുന്നു.
എന്നിട്ട് നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ലിയുരാജ്ഞി ചോദിക്കുന്നു. അപ്പോൾ തൻ്റെ തെറ്റ് സമ്മതിക്കാതെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, ഞാൻ അതിന് എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? എൻ്റെ സർവൻസിനെ മാസ്റ്ററിനെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. അതുകൂടാതെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പേടിച്ചൊക്കെ ജീവിക്കുന്നത്? എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചൂടെ? ഞാൻ രാജകുമാരനല്ലേ? ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, അത് ശരി, നിനക്കപ്പോൾ നീ ഒരു രാജകുമാരനാണെന്ന് അറിയാം. എന്തോരം കണ്ണുകളാണ് നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നീ വരുത്തുകയാണെങ്കിൽ അതവർ നമ്മുടെ ഫാദറിനെ അറിയിക്കും. അങ്ങനെയുണ്ടായാൽ എനിക്ക് പോലും നിന്നെ സഹായിക്കാനാകില്ല. വേറെ നിവൃത്തിയില്ലാതെ ശരി ശരി ഞാനതൊക്കെ അനുസരിക്കാമെന്ന് സഹോദരൻ പറയുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലിയുരാജ്ഞി പറയുകയാണ്, നീ എൻ്റെ വാക്കുകൾ അനുസരിക്കുകയാണെങ്കിൽ ഉടനെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇവിടുത്തെ രാജാവാകും. അത് കേട്ട് കഴിയുമ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, ശരിയാണ്, എൻ്റെ ഫാദറായിട്ടുള്ള രാജാവ് ഈ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും അടുത്ത രാജാവ്. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ലിയുരാജ്ഞി അവൻ്റെ കാരണത്തൊരടി കൊടുത്തുകൊണ്ട് പറയുകയാണ്, എന്ത് ദുഷ്ടനാണ് നീ! ഇത്തരം വാക്കുകൾ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി? ഉടനെ തന്നെ ലിയുരാജ്ഞിയുടെ കാൽക്കൽ വീണ് അവൻ ക്ഷമാപണം നടത്തുന്നു. തനിക്ക് തെറ്റുപറ്റിപ്പോയി തന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ അപേക്ഷിക്കുന്നു. എന്നാൽ അത് പറയുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ചിരിയും ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാതെ ലിയുരാജ്ഞിയും അവനോട് ക്ഷമിക്കുന്നു. അവൻ തീർച്ചയായും ഭാവിയിലെ രാജാവാകുമെന്നും പറയുന്നു. അതിനുശേഷം എഴുന്നേറ്റ് കഴിയുമ്പോഴും വിഷമമുള്ളവനെ പോലെയാണ് അവൻ അഭിനയിക്കുന്നത്. ലിയുരാജ്ഞി അപ്പോൾ കർണത്തടിച്ചതുകൊണ്ട് തന്നെ വേദന എടുത്തോ എന്ന് അവനോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് അവൻ പറയുമ്പോൾ ലിയുരാജ്ഞി പറയുകയാണ്, ഇനിയെങ്കിലും നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ. അത് സമ്മതിച്ചുകൊണ്ട് ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, പക്ഷേ ഈ വാക്കുകൾ ഞാൻ മാത്രമല്ല വേറൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അങ്കിൾ, അതായത് രാജാവിൻ്റെ സഹോദരനും രാജാവ് മരിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലിയുരാജ്ഞി അത് കേട്ട് ചോദിക്കുകയാണ്, നീ അദ്ദേഹത്തെ കണ്ടിരുന്നോ? സഹോദരൻ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ്. ലിയുരാജ്ഞി അപ്പോൾ ചോദിക്കുകയാണ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്തു വന്നാലും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മളോട് വിശ്വസ്തനാണ്. ലിയുരാജ്ഞി പറയുകയാണ്, നിനക്കൊന്നും അറിയില്ല. പണ്ടേ മുതലേ ഈ രാജപദവി അദ്ദേഹം കൈക്കലാക്കാൻ ശ്രമിച്ചതാണ്. നമ്മളെ സഹായിക്കാനോ നമ്മളോട് വിശ്വസ്തതയോ അദ്ദേഹത്തിനില്ല. ശേഷം ദേഷ്യത്തോടെ ലിയുരാജ്ഞി അവിടുന്ന് പോകുന്നു. അവൾ പോയി കഴിയുമ്പോൾ കവിളിൽ തലോടിക്കൊണ്ട് ദേഷ്യത്തോടെയാണ് ലിയുരാജ്ഞിയുടെ സഹോദരനും പോകുന്നത്. സഹോദരിയോടും അവന് നല്ല ദേഷ്യമുണ്ട്. അവളുടെ മുമ്പിലും അവൻ അഭിനയിക്കുകയാണ്. ലിയുരാജ്ഞി നേരെ വന്നത് രാജാവിൻ്റെ സഹോദരൻ്റെ അടുത്തേക്കാണ്. എല്ലാ കാര്യങ്ങളും ലിയുരാജ്ഞി അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ലിയുരാജ്ഞി പറയുകയാണ്, ഞാൻ സംശയിക്കുന്നതല്ല, നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ആപത്ത്. രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും നിന്നെയും നിന്റെ സഹോദരനെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ലിയുരാജ്ഞി പറയുകയാണ്, അതിനൊക്കെ നന്ദിയുണ്ട്. തീർച്ചയായും എൻ്റെ സഹോദരൻ രാജാവാകുക തന്നെ ചെയ്യും. രാജാവാകാനുള്ള അവൻ്റെ മനസ്സിലിരിപ്പ് ഒന്നും തന്നെ നടക്കില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ലിയുരാജ്ഞി അവിടെ നിന്ന് പോകുന്നത്. പിന്നെ താങ്ങഡ്യൂസറിനെയും മിങ്ചിയെയും കാണിക്കുന്നു. താങ്ങഡ്യൂസർ പറയുകയാണ്, എൻ്റെ പ്രവചനങ്ങളെ രാജാവ് എപ്പോഴും അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് അത് അവൻ അനുസരിക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മിങ്ചി പറയുകയാണ്, അതൊക്കെ എൻ്റെ തെറ്റാണ്. എനിക്ക് നല്ലവണ്ണം രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. താങ്ങഡ്യൂസർ അപ്പോൾ പറയുകയാണ്, രാജാവിൻ്റെ ചിന്ത ആർക്ക് മനസ്സിലാവാനാണ്? ഇത് നിന്റെ തെറ്റൊന്നുമല്ല. മിങ്ചി ആകട്ടെ റെഡിയാക്കിയ മെഡിസിൻ അപ്പോൾ താങ്ങഡ്യൂസറിന് കൊടുക്കുന്നു. താങ്ങഡ്യൂസർ അത് കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം താങ്ങഡ്യൂസർ പറയുകയാണ്, ഷിയാത്തിയ രാജ്ഞിയും മകനും രാജാവിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ അധികാരം ലിയുരാജ്ഞിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതുവഴി കരുതുന്നത് ലിയുരാജ്ഞിയുടെ സഹോദരനായിരിക്കും അടുത്ത രാജാവ് എന്നാണ്. എന്നാൽ രാജാവിനെ എനിക്ക് നല്ലവണ്ണം അറിയാം. അവൻ നല്ല വ്യക്തിയാണ്. എന്ത് തീരുമാനമാണ് അവൻ എടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. മിങ്ചി അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനെ കുറിച്ച് ഓർത്താണ് അങ്ങ് ആകുലപ്പെടുന്നത്? രാജാവ് ഷിയാത്തിയ രാജ്ഞിയുടെ മകനെ രാജാവാക്കുമെന്നോർത്താണോ? അങ്ങ് എപ്പോഴും അവരെയല്ലേ സപ്പോർട്ട് ചെയ്യാറുള്ളത്? താങ്ങഡ്യൂസർ പറയുകയാണ്, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ എപ്പോഴും രാജാവിൻ്റെ ഇഷ്ടത്തെയാണ് മാനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാറുള്ളത്. അതുകൂടാതെ ഷിയാത്തിയ രാജ്ഞി യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യവും ഇതേ സമയം താങ്ങഡ്യൂസർ മിങ്ചിയോട് പറയുന്നു. അവൾ ഡീമൺ സെക്റ്റിൽ നിന്നുള്ളതാണെന്ന് മിങ്ചിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഡീമൺ സെക്റ്റിൽ ഒരു സെയിൻറ്റസ് ആണെന്ന് അറിയില്ലായിരുന്നു. അത് കേട്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. താങ്ങഡ്യൂസർ തുടർന്ന് പറയുകയാണ്, ഈ സത്യങ്ങളൊന്നും മറ്റാരും അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. കാരണം ഈ സത്യങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ
ഷിയാത്തിയ രാജ്ഞിയുടെ മകനെ ഒരിക്കലും രാജാവാക്കില്ല. അത് താങ് സാമ്രാജ്യത്തിൻ്റെ വിധിയെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. നിന്നെപ്പോലെയുള്ള ഒരു ശിഷ്യൻ കൂടെയുള്ളതുകൊണ്ട് എൻ്റെ ഒരുപാട് ആകുലതകളിൽ നിന്ന് എനിക്ക് മോക്ഷം കിട്ടുന്നുണ്ട്. നീ കൂടെയുള്ളതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട്. മിങ്ചി അപ്പോൾ അതിനുശേഷം സന്തോഷത്തോടെ തൻ്റെ കൂടെ ചെസ് കളിക്കുമോ എന്ന് ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മിങ്ചി ഇക്കാര്യങ്ങളെല്ലാം ലിയു രാജ്ഞിയുടെ സഹോദരനെ അറിയിക്കുന്നതാണ്. അത് കേട്ട് അവൻ ഞെട്ടുന്നു. ഇക്കാര്യം താങ് അഡ്വൈസറിന് അറിയാം, അതുപോലെ തന്നെ അക്കാദമിക്കും. പക്ഷെ അക്കാദമിയുടെ നിലപാട് എന്താണെന്ന് അറിയില്ല. ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും താങ് അഡ്വൈസർ പുറം ലോകത്തോട് പറയാതിരുന്നത്? അതിന് കാരണം രാജാവ് തന്നെയാണെന്ന് മിങ്ചി പറയുന്നു. ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, രാജാവ് അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാകും. എന്നാൽ തിടുക്കം കൂട്ടണ്ട, ഇക്കാര്യം ആരോടും പറഞ്ഞു പോകരുതെന്ന് മിങ്ചി പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ മിങ്ചി പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള ആയുധം എത്രമാത്രം പവർഫുൾ ആണെങ്കിലും കൃത്യമായിട്ടുള്ള സമയത്ത് ഉപയോഗിച്ചാൽ മാത്രമേ അത് വളരെ എഫക്റ്റീവ് ആവുകയുള്ളൂ. അത് ശരിയാണെന്ന് ലിയു രാജ്ഞിയുടെ സഹോദരനും തോന്നുന്നു. ആ സമയം ഏതാണെന്ന് ചോദിക്കുമ്പോൾ മിങ്ചി പറയുകയാണ്, അത് തീർച്ചയായും നീ മനസ്സിലാക്കും. പിന്നെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ സ്റ്റോറി പറയുന്നത് പോലെയാണ്. ഷീലിങ്ങും ലോകം മുഴുവനും ബാഡ്ലാൻഡിലുള്ള ആളുകളെ നേരിട്ടു. ഡോട്രോഫേഡ് കാരണമാണ് അവർക്ക് അതൊക്കെ നേരിടേണ്ടി വന്നത്. അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള ആ യുദ്ധവും കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുമെങ്കിലും കൂടുതൽ ആളുകൾ മരിച്ചു വീഴുന്നത് ബാഡ്ലാൻഡിലെ ആളുകളാണ്. പിന്നെ കാണിക്കുന്നത് ആ കുതിരവണ്ടിയിൽ വിഷമിച്ചിരിക്കുന്ന സാങ്സാങ്ങിനെയാണ്. നിങ്കി അവൾക്ക് വൈൻ കൊടുക്കുമ്പോൾ അല്പം ആശ്വാസമാകുന്നു. അതിനുശേഷം അവൾ പറയുകയാണ്, സമയം അടുത്തു വരുന്നു. നിങ്കി അപ്പോൾ അവളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, അതെ സമയമായി, ഡിന്നർ കഴിക്കാനുള്ള സമയം. ശേഷം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവൾക്ക് കമ്പിളി കൊണ്ട് പുതപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് യുദ്ധം മൂലം ബാഡ്ലാൻഡിലെ മരിച്ച ഏതൊരു വ്യക്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 2-3 പേർ കരയുന്നത് കാണുന്നത്. അത് കണ്ട് വിഷമത്തോടെ സാങ്സാങ് പറയുകയാണ്, നമ്മളിങ്ങനെ ഒളിച്ചു നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ അവരും സഹിക്കുന്നത്? നിങ്കി അപ്പോൾ പറയുകയാണ്, എല്ലാവരും മരിക്കും. നമ്മൾ മരിക്കാൻ പോകുന്നത് ബാഡ്ലാൻഡിലെ ആളുകളുടെ കൂടെയാണ്. നമ്മൾക്ക് അവർ അഭയം നൽകിയില്ലെങ്കിൽ പോലും ഒരു ദിവസം തീർച്ചയായും അവർക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നാനേ. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയ്ക്കും നേരത്തെ അവർക്ക് അതൊക്കെ നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ. ഞാനും അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ട് ഓടി ഓടി മടുത്തു. എപ്പോഴാണ് നമുക്ക് സമാധാനത്തോടെയുള്ളൊരു ജീവിതം കിട്ടുക? അത് പറഞ്ഞപ്പോഴേക്കും സാങ്സാങ്ങിൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. സാങ്സാങ്ങിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്കി പറയുകയാണ്, ചെറുപ്പം മുതലേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ജീവനോടെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്ത് തടസ്സത്തെയും ഇല്ലാതാക്കും ഞാൻ. ആ തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും. വിഷമത്തോടെ സാങ്സാങ് പറയുകയാണ്, എനിക്കറിയാം എൻ്റെ ജീവിതം അധികം നീളില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്കി പറയുകയാണ്, ചിലപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോവുക എന്നത് നമ്മുടെ വിധിയായിരിക്കും. എല്ലാം ഒരു ഭാഗ്യമാണ്. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, മാസ്റ്റർ വെയ്ഗ്വാമിങ് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഞാനാണെന്ന്. അപ്പോൾ എൻ്റെ ഭാഗ്യം എന്താണ്? നിങ്കി പറയുകയാണ്, നിന്റെ ഭാഗ്യം ഞാനല്ലേ. നമ്മൾ ഇവിടം വിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ മരിക്കും. സാങ്സാങ് പറയുകയാണ്, ഇവിടം വിട്ടു പോയില്ലെങ്കിലും മരിക്കും. നിങ്കി പറയുകയാണ്, അതും കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ അല്പമെങ്കിലും ചാൻസ് ഉണ്ട്. അവസാനം സാങ്സാങ്ങും അതിനോട് യോജിക്കുന്നു. അപ്പോഴേക്കും അവൾ ചുമച്ചും പോകുന്നു. നിങ്കി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ബാഡ്ലാൻഡിലുള്ള ചിലർക്ക് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അവരെല്ലാവരും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്കിയും സാങ്സാങ്ങും മാത്രം സന്തോഷിച്ചുല്ലസിച്ച് നിൽക്കുന്നു. അവർ കാരണം ഇവിടെയുള്ള ജനങ്ങളും കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്കും ശരിക്കും അവരോട് ദേഷ്യം തോന്നിയതാണ്. ഒരു വ്യക്തി തൻ്റെ കൈകൊണ്ട് തന്നെ അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് സാങ്സാങ്ങിനെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ വേറൊരു വ്യക്തി അവനെ തടയുന്നു. കാരണം വേറൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് അവളെ ചെന്ന് കൊല്ലാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാനാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തി പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാമെന്ന് മറ്റേ വ്യക്തിയും പറയുന്നു. അതിനുശേഷം അവർ എന്തോ പ്ലാനും ചെയ്യുന്നുണ്ട്. സാങ്സാങ് ഇതേ സമയം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുകയാണ്, അസുഖം വന്നതിന് ശേഷം ഞാൻ വെളുത്ത് വരികയാണല്ലോ. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് പോലും പറയാൻ സാധിക്കില്ല. നിങ്കി അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, നീ എന്താണോ നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതേപോലെ ആയിരിക്കും നീ. പക്ഷേ നിറം എന്ത് തന്നെ ആയാലും നീ ബ്യൂട്ടിഫുൾ ആണ്. ശേഷം നിങ്കി അവൾക്ക് എന്തൊക്കെയോ സ്നാക്സ് കൊടുക്കുന്നു. അത് കഴിച്ചുകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുകയാണ് അവർ കാരണം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അതിനുശേഷം ആ സ്നാക്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവർ പറയുന്നു. താങ് സ്റ്റേറ്റിലെ സാങ്സാങ്ങിൻ്റെ പാരൻസിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓർമ്മ വരുന്നത്. ഇനി താങ് സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ഇതേപോലെ സ്നാക്സുകൾ മേടിച്ചുകൊണ്ട് പോകാമെന്ന് സാങ്സാങ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്കി ഒന്ന് വിഷമിക്കുന്നുണ്ട്.
കാരണം അവന് പോലും ഉറപ്പില്ല താൻ സ്റ്റേറ്റിൽ തിരിച്ചെത്തുമോ എന്ന്. സാങ്സാങ് അപ്പോൾ ചോദിക്കുകയാണ്, എല്ലാം പാക്ക് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുതിരവണ്ടി വീണ്ടും പുറപ്പെടുകയാണ്. അതായത് അവർ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും അവരെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്ത് ബാഡ്ലാൻഡിലുള്ളവരും അവിടെ എത്തുന്നുണ്ട്. എന്നാൽ നിങ്കയും സാങ്സാങ്ങും അപ്പോഴേക്കും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായി പോയി, അവരെ മിസ്സായി എന്ന് പറയുമ്പോൾ തന്നെ ബാഡ്ലാൻഡിലെ എൽഡർ അവിടെ എത്തി പറയുകയാണ്, നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അവരെ മിസ്സായല്ലേ? തുടർച്ചയായിട്ടുള്ള തോൽവിയാണ് നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കിയത്. ഇതുവഴി ബഹുമാന്യരായ ഗസ്റ്റുകളെയാണ് നിങ്ങൾ ആട്ടി ഓടിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർ ഇവിടെ എത്തിയത്. ഇപ്പോൾ ഒരു യാത്ര പോലും പറയാതെ അവർ തിരികെ പോയി. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, അവരുടെ ഹൃദയം അത്രമാത്രം നമ്മളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നു. അത്രമാത്രം അസ്വസ്ഥരായിരുന്നു അവർ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ശാന്തമായിട്ട് മരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. അത് കേട്ട് കഴിയുമ്പോൾ അവർക്കും ചെറുതായിട്ട് കുറ്റബോധം തോന്നുന്നു. നിങ്കയും സാങ്സാങ്ങും കുതിരവണ്ടിക്ക് പോകുന്ന സമയത്താകട്ടെ കുറേ ഡെഡ് ബോഡികൾ കാണുന്നു. ആ യുദ്ധത്തിൽ മരിച്ചു വീണവരാണ്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഒരുപാട് ആളുകൾ അങ്ങനെ മരിച്ചു വീണിരിക്കുന്നു. അത് കണ്ട് അവർക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. പേടിച്ചു പോകുന്ന സാങ്സാങ് നിങ്കയുടെ തോളിൽ ചാരി കിടക്കുന്നു. പക്ഷികളൊക്കെ വന്ന് ആ ഡെഡ് ബോഡീസ് ഭക്ഷണമാക്കുന്നു. നിങ്ക പറയുകയാണ്, ഇതുപോലൊരു യുദ്ധം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീണിരിക്കുന്നത്. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, ഈ ഒരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മാസ്റ്റർ യാൻസെയും വെയ്ഗുവാമിങ്ങും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ വീണ്ടും ബാഡ്ലാൻഡിലുള്ളവരെയും ഷീലിങ്ങിലുള്ളവരെയും കാണിക്കുന്നു. അവർ തമ്മിലുള്ള അടുത്ത യുദ്ധം നടക്കാൻ പോവുകയാണ്. താങ്ങും അവിടെ വന്നിട്ടുണ്ട്. ബാഡ്ലാൻഡിലുള്ളവരെ നയിക്കുന്നത് താങ്ങാണ്. ഷീലിങ്ങിന്റെ ഭാഗം വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം ആ ഭാഗത്ത് യേഹോങ്ങിയും ഉണ്ട്, ഷീലിങ്ങിന്റെ അധികാരിയുണ്ട്, അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡറുമുണ്ട്. വലിയ ഡയലോഗ് ഒന്നും ഉണ്ടായില്ല. ആ യുദ്ധം പെട്ടെന്ന് തന്നെ തുടങ്ങി. ശക്തമായിട്ടുള്ള യുദ്ധം തന്നെ അവിടെ നടന്നു. പക്ഷേ പവർഫുൾ ആയിരുന്നത് ഷീലിങ്ങും മറ്റുള്ളവരുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അല്പം ആധിപത്യം പുലർത്തിയത് അവരാണ്. വേറെ വഴികളൊന്നുമില്ല എന്ന് കാണുമ്പോൾ താങ്ങും കളത്തിലിറങ്ങുന്നു. കാരണം ശക്തമായിട്ടുള്ള പ്രത്യാക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള താങ്ങ് ഒരുപാട് ആളുകളെ അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. എന്നാൽ കുറെ കഴിയുമ്പോൾ തന്നെ നിങ്കയും സാങ്സാങ്ങും കുതിരവണ്ടിയിൽ അങ്ങോട്ട് വരുന്നു. ഇപ്രാവശ്യം ഒരുപാട് കാക്കകളാണ് സാങ്സാങ്ങിന്റെ കുതിരവണ്ടിയുടെ മുകളിലൂടെ പാറിപ്പറക്കുന്നത്. ആ ഒരുപാട് കാക്കകൾ മൂലം അവിടമാകെ ഇരുട്ടാകുന്നു. അത്രമാത്രം കാക്കകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. യേഹോങ്ങി അത് കണ്ട് പറയുകയാണ്, നിങ്കെ അവസാനം നീ ഇവിടെ എത്തിയിരിക്കുന്നു. ഡീമൺ സെക്റ്റിലുള്ളവർ അത് കണ്ട് സാങ്സാങ്ങിനെ വണങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ആ കുതിരവണ്ടി തുറക്കുകയും സാങ്സാങ്ങിനെ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.